പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ബാറുകൾ അടച്ചിടും. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ യോഗത്തിലാണ് തീരുമാനം. വെയർഹൌസ് മാർജിൻ ബെബ്കോ വർദ്ധിപ്പിച്ചത് മൂലം നഷ്ടമെന്നാണ് ബാറുടമകൾ പറയുന്നത്. പ്രശ്നം പരിശോധിക്കാമെന്ന് അസോസിയേഷന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും തീരുമാനം ഉണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിപ്പിക്കില്ല എന്ന നിലപാടിലാണ് അസോസിയേഷൻ. വിനീത വിജി നൽകും കൂടുതൽ വിവരങ്ങൾ. വിനീത, എന്താണ് ബാറുടമകൾ ഈ കാര്യം സംബന്ധിച്ച് പറയുന്നത്? തീർച്ചയായും സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ബാറുകൾ അടച്ചിടാൻ തന്നെയാണ് ഉടമകളുടെ തീരുമാനം. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് ഉടമകൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും അവർ പറയുന്നത് വെയർഹൌസ് മാർജിൻ ബെബ്കോ വർദ്ധിപ്പിച്ചത് മൂലം അതൊരു നഷ്ടമെന്ന നിലയിൽ തന്നെയാണ് ബാർ ഉടമകൾ കരുതുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നിലവിൽ ബാറുകൾ തുറക്കണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഉള്ളത്. പ്രശ്നം പരിശോധിക്കാമെന്ന അസോസിയേഷന് സർക്കാർ ഉറപ്പ് നൽകിയതായും അവർ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും തീരുമാനം ഉണ്ടാകുന്നതുവരെ ബാറുകൾ പ്രവർത്തിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ അസോസിയേഷൻ ഉള്ളത്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ദുബായ് നീക്കി. ഈ മാസം 23 മുതലാണ് ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങുക. ഇന്ത്യയെ കൂടാതെ നൈജീരിയ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്കും UAE നീക്കിയിട്ടുണ്ട്. UAE അംഗീകരിച്ച വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ച UAE റെസിഡന്റ് വിസയുള്ള ആളുകൾക്ക് ഈ മാസം 23 മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നാണ് ദുബായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ യാത്രയുടെ 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR നെഗറ്റീവ് ഫലം ഹാജരാക്കണം. ഒപ്പം വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുൻപ് റാപ്പിഡ് PCR ടെസ്റ്റ് നടത്തണമെന്നും ദുബായിലെത്തിയാൽ വിമാനത്താവളത്തിൽ വീണ്ടും PCR പരിശോധന നടത്തണമെന്നും ഇതിന്റെ ഫലം വരുന്നതുവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയെ കൂടാതെ നൈജീരിയ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്കും നീക്കിയതായും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 24 മുതലാണ് ഇന്ത്യയിൽ നിന്നും UAEയിലേക്ക് നേരിട്ടുള്ള യാത്രയ്ക്ക് UAE വിലക്ക് ഏർപ്പെടുത്തിയത്. ആദ്യം 10 ദിവസത്തേക്കായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയതെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി UAE നീട്ടുകയായിരുന്നു. 24 ദുബായ്. സൗദിയിൽ ആഭ്യന്തര വിമാന സർവീസുകൾക്ക് കോവിഡ് വാക്സിൻ സ്വീകരിക്കൽ നിർബന്ധമാക്കി. തവക്കൽന ആപ്ലിക്കേഷനും ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതും തമ്മിൽ ബന്ധിപ്പിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. കോവിഡ് വാക്സിൻ സ്വീകരിക്കുകയോ പ്രതിരോധശേഷി നേടുകയോ ചെയ്തവർക്ക് മാത്രമേ ആഭ്യന്തര വിമാനയാത്രയ്ക്ക് അനുമതി നൽകുകയുള്ളൂ എന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. വാക്സിന്റെ 2 ഡോസുകൾ സ്വീകരിച്ചവർക്കും 1 ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്കും കോവിഡ് വന്ന് ഭേദമായി 6 മാസത്തിനിടയിലും യാത്ര ചെയ്യാം. തവക്കൽന ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂൺ ആയവർക്ക് മാത്രമേ ബോർഡിംഗ് പാസ് അനുവദിക്കുകയുള്ളൂ. തവക്കൽന ആപ്ലിക്കേഷനും ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നതും തമ്മിൽ ലിങ്ക് ചെയ്തതായി ഗാക്ക അറിയിച്ചു. ഓരോ വ്യക്തിയുടെയും കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യസ്ഥിതി അറിയാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് തവക്കൽന. ഓഗസ്റ്റ് 1 പൊതുഗതാഗത സർവീസുകൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും കോവിഡ് വാക്സിൻ നിർബന്ധമാകും. ടാക്സി, ബസ്, ട്രെയിൻ സർവീസുകളിലെല്ലാം വാക്സിൻ എടുത്തവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ. ജലീൽ കണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് 2 ഡോസ് വാക്സിൻ പൂർത്തിയാക്കണമെന്ന നിബന്ധനയിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ ഒഴിവാക്കിയതായി ഫെഡറേഷൻ ഓഫ് ഡൊമസ്റ്റിക് ലേബർ ഓഫീസ് അറിയിച്ചു. ട്വിറ്റർ അക്കൗണ്ടിലാണ് ഫെഡറേഷൻ ഇക്കാര്യം വിശദീകരിച്ചത്. വാക്സിൻ സ്വീകരിക്കാത്തവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ഇതിന്റെ ചിലവ് സ്പോൺസർമാർ വഹിക്കണം. കോവിഡ് ബാധിതർ അല്ല എന്ന് തെളിയിക്കുന്നതിനായി യാത്രയ്ക്ക് 72 മുൻപെടുത്ത PCR നെഗറ്റീവ് പരിശോധനാ ഫലം കയ്യിൽ കരുതണം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഇവർക്ക് വീണ്ടും സ്രവപരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ രാത്രികാല യാത്രാവിലക്ക് വീണ്ടും നിലവിൽ വന്നു. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. നാളെ മുതൽ അനിശ്ചിതകാലത്തേക്കാണ് രാത്രികാല ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാനിൽ കോവിഡ് രോഗികളാകുന്നവരുടെയും കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് രാത്രികാലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആരോഗ്യമേഖല കനത്ത സമ്മർദ്ദത്തിലാണെന്ന് സുപ്രീം കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാവിലക്ക് പ്രാബല്യത്തിലുണ്ടായിരിക്കുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. രാത്രി 8 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് നിരോധനം പ്രാബല്യത്തിലുണ്ടാവുക. ഈ സമയത്ത് വ്യക്തികൾക്കും വാഹനങ്ങൾക്കും യാത്രാവിലക്ക് നിലനിൽക്കും. വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. അതേസമയം ഹോം ഡെലിവറിക്ക് വിലക്കിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഇളവുണ്ടായിരുന്ന വിഭാഗങ്ങളെയും യാത്രാവിലക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 24 ഒമാൻ. UAEയിൽ ഇന്ന് 2109 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 5 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1752ആയി. 19,192 പേരാണ് UAEയിൽ കോവിഡ് ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്.
UAE 24 മണിക്കൂറിനിടെ 2109 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ UAE ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,10,179 ആയി. ഇന്ന് കോവിഡ് ബാധിച്ച 5 പേരാണ് UAE മരിച്ചത്. ഇതോടെ UAE ആകെ കോവിഡ് മരണസംഖ്യ 1752 ആയി. ഇന്ന് 2075 പേർ കോവിഡ് മുക്തരായതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,67,968 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതോടെ ആകെ പരിശോധന 54.7 ദശലക്ഷമായതായി അധികൃതർ അറിയിച്ചു. 19,192 പേരാണ് UAE കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിനിടെ വേനലവധി സമയത്ത് കൂട്ടായ്മകൾ ഒഴിവാക്കാനും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാത്ത ആൾക്കൂട്ടങ്ങൾ രോഗവ്യാപനത്തിന് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ പുതിയ മുന്നറിയിപ്പ്. 24 ദുബായ്. കുവൈറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധന. വൈറസ് ബാധ മൂലം 11 മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ ആകെ എണ്ണം 1862 ആയി. 1497 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇതുവരെയായി രോഗം ബാധിച്ചവരുടെ എണ്ണം 3,37,371 ആയി. 1388 പേരാണ് രോഗമുക്തരായത്. ഇതോടെ രോഗം ഭേദമായവരുടെ ആകെ എണ്ണം 3,18,419 ആയി. 17,090 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 209 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഇന്ന് 1153 കോവിഡ് കേസുകളും 13 മരണവും റിപ്പോർട്ട് ചെയ്തു. 11,045 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ച 8 പള്ളികൾ കൂടി പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട്. 77,831 സാമ്പിളുകളിൽ നിന്ന് 1,153 പോസിറ്റീവ് കേസുകളാണ് 24 മണിക്കൂറിനിടെ സൗദിയിൽ കണ്ടെത്തിയത്. 1.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1,145 പേർ രോഗമുക്തി നേടി. 13 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകൾ 4,73,112. രോഗമുക്തി നേടിയവർ 4,54,404. മരണസംഖ്യ 7,663 ഉയർന്നു. 96.05% രോഗമുക്തി നിരക്ക്. 11,045 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 1,496 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദ് നഗരത്തിൽ 239, ജിദ്ദയിൽ 135, മക്കയിൽ 71, ദമാമിൽ 29, മദീനയിൽ 5 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 1,64,87,126 ഡോസ് വാക്സിൻ രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്തു. അതേസമയം അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ച 8 പള്ളികൾ കൂടി സൗദിയിൽ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു. ഇതോടെ 133 ദിവസത്തിനിടെ 1,612 പള്ളികളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പ്രാർത്ഥനയ്ക്കെത്തിയവരിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അണുനശീകരണ പ്രവർത്തനങ്ങൾക്കായി പള്ളികൾ താൽക്കാലികമായി അടച്ചത്. 24 ജിദ്ദ. വിദേശത്ത് പോകുന്നവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം പ്രവാസികൾക്ക് ഏറെ സഹായകരമാകും. നേരത്തെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും പുതിയ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാം. പ്രവാസികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചതായാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിദേശത്ത് പോകുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും ചേർക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ബാച്ച് നമ്പറും തീയതിയും ഇല്ലാത്തതിനാൽ സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെട്ടു. പുതിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ സന്തോഷത്തിലാണ് പ്രവാസികൾ. നേരത്തെ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും ബാച്ച് നമ്പരും തീയതിയും ചേർത്ത സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാം. സംസ്ഥാന സർക്കാരിന്റെ covid19.kerala.gov.in/vaccine എന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കോവിൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ അതും അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. കോവിൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ബാച്ച് നമ്പറും തീയതിയും എഴുതി വാങ്ങി അറ്റാച്ച് ചെയ്യണം. അപേക്ഷ സ്വീകരിച്ചാൽ ഇതേ പോർട്ടൽ വഴി തന്നെ പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. വിദേശത്ത് പോകുന്നവർക്ക് വാക്സിൻ എടുത്ത ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ 56 ലക്ഷത്തിലധികം താമസ തൊഴിൽ നിയമ ലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 3.5 വർഷത്തിനിടെ 15 ലക്ഷത്തിലേറെ വിദേശികളെ നാടുകടത്തി. 10 ലക്ഷത്തോളം പേരെ ഉടൻ നാടുകടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. 2017 നവംബർ 15 മുതൽ 2021 ജൂൺ 16 വരെയുള്ള കണക്കാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. 56,15,884 നിയമലംഘകർ ഈ കാലയളവിൽ സൗദിയിൽ പിടിയിലായി. 43,04,206 താമസ നിയമലംഘകരും 8,02,125 തൊഴിൽ നിയമലംഘകരും
5,09,553 അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണ് പിടിയിലായത്. 1,16,908 പേർ അയൽ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി സൗദിയിലേക്ക് കടക്കുന്നതിനിടെ പിടിയിലായി. ഇതിൽ 54% എത്യോപ്യക്കാരും 43% യമനികളും ബാക്കിയുള്ളവർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമലംഘകർക്ക് യാത്രാ സഹായവും മറ്റും നൽകിയ 8,222 പേരും അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിദേശികൾക്ക് അനധികൃതമായി യാത്രാ സഹായവും സംരക്ഷണവും നൽകിയ 2,766 സ്വദേശികൾ പിടിയിലായിട്ടുണ്ട്. പിടിയിലായ വിദേശികളിൽ 15,53,667 പേരെ നാടുകടത്തി. 10,47,340 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. 9,01,700 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനധികൃത താമസക്കാർക്ക് അഭയം നൽകുന്നത് ഉൾപ്പെടെയുള്ള സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകൾ സ്വദേശിവൽക്കരിക്കാൻ നീക്കം. ഇത് സംബന്ധമായ പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് അക്കൌണ്ടിംഗ് മേഖലയിൽ സൗദിവൽക്കരണം പ്രാബല്യത്തിൽ വന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികകൾ സ്വദേശിവൽക്കരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലേബർ പോളിസി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഷെർക്കി പറഞ്ഞു. ഉയർന്ന തസ്തികകളിൽ ഘട്ടം ഘട്ടമായി സൗദിവൽക്കരണം നടപ്പിലാക്കണം. നിക്ഷേപകർ സൗദിവൽക്കരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വിദഗ്ധ തൊഴിലാളികളുടെ നിയമനത്തിൽ ഫ്ലെക്സിബിലിറ്റി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് പരമാവധി കുറയ്ക്കുകയാണ് സ്വദേശിവൽക്കരണ പദ്ധതികളുടെ ലക്ഷ്യം. പല മേഖലകളിലും വരും ദിവസങ്ങളിൽ സ്വദേശിവൽക്കരണ പദ്ധതി കൊണ്ടുവരികയാണ്. അക്കൌണ്ടിംഗ് മേഖലയിലെ സ്വദേശിവൽക്കരണം കഴിഞ്ഞയാഴ്ചയാണ് ആരംഭിച്ചത്. 20 അക്കൌണ്ടിംഗ് തസ്തികകളിലാണ് സൗദിവൽക്കരണം നടപ്പിലാക്കിയത്. 5 അതിൽ കൂടുതലോ അക്കൌണ്ടിംഗ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഈ തസ്തികകളിലെ 30% പേരും സ്വദേശികളായിരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ബിരുദധാരികളായ സൗദികൾക്ക് ചുരുങ്ങിയത് 6,000 റിയാലും ഡിപ്ലോമയുള്ളവർക്ക് 4,500 റിയാലും ശമ്പളം നൽകണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ വളണ്ടിയർ സേവനത്തിന് തയ്യാറുള്ളവരിൽ നിന്ന് അധികൃതർ അപേക്ഷ ക്ഷണിച്ചു. ഡോക്ടേഴ്സും നഴ്സസും ഉൾപ്പെടെയുള്ളവർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം. മീനായിലും അറഫയിലുമുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഹജ്ജ് വേളയിൽ വളണ്ടിയർ സേവനത്തിന് തയ്യാറുള്ളവരിൽ നിന്നാണ് മക്ക ആരോഗ്യ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചത്. എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഇന്റൻസീവ് കെയർ കൺസൾട്ടന്റ്, ഇന്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഇന്റൻസീവ് കെയർ നഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കാർഡിയോളജി, ഫാമിലി മെഡിസിൻ, അനസ്തേഷ്യ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കുൾപ്പെടെ ഡോക്ടർമാരെയും ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള വിലാസവും രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യവും മക്ക ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. 60,000 ആഭ്യന്തര തീർത്ഥാടകരാണ് അടുത്ത മാസം നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. വാക്സിൻ എടുത്തവർക്കും കോവിഡ് പ്രതിരോധ ശേഷി നേടിയവർക്കും മാത്രമാണ് അവസരം നൽകുന്നത്. 24 ജിദ്ദ. കുവൈറ്റിൽ സംഭരണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ക്യാപിറ്റൽ ഗവർണറേറ്റിന് സമീപമുള്ള സംഭരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. 7 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. ഇരുമ്പ്, മരം, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കുന്ന 10,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സംഭരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചും ആരോപണങ്ങൾക്ക് മറുപടി നൽകിയും KPCC അധ്യക്ഷൻ K സുധാകരൻ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന പിണറായിയുടെ ആരോപണം കളവാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സംഘർഷമുണ്ടായത് യാഥാർത്ഥ്യമാണെന്നും എന്നാൽ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയെന്ന കാര്യം അഭിമുഖത്തിനിടെ പറഞ്ഞതല്ലെന്നും സുധാകരൻ വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ ഭാഷയെന്ന രൂക്ഷമായ വിമർശനത്തോടെയാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ വാർത്താ സമ്മേളനം തുടങ്ങിയത്. മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം അതുപോലെ മറുപടി പറയാൻ തനിക്ക് സാധിക്കില്ല. ബ്രണ്ണൻ കോളേജിൽ പിണറായിയുമായുള്ള സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിലും അത് വാരികയുടെ അഭിമുഖത്തിൽ പറഞ്ഞതല്ല. ഓഫ് റെക്കോർഡായി പറഞ്ഞ കാര്യം പ്രചരിപ്പിക്കാൻ താല്പര്യമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഒരു കാരണവശാലും അത് റിപ്പോർട്ടിംഗിൽ ഈ വാർത്തയിൽ വരില്ല എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷം ആ സംഭവത്തിന്റെ ഒരു വിശദീകരണം ഞാൻ പേഴ്സണലായി ഓഫ് ദ റെക്കോർഡ് എന്ന് അടിവരയിട്ട് 3 വട്ടം അടിവരയിട്ട് പറഞ്ഞു. പിണറായി വിജയൻ തന്നെ നഗ്നനായി നടത്തിയെന്നത് എന്തോ ദുസ്വപ്നം കണ്ടുണർന്നത് മാത്രമാണ്. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടു എന്ന ആരോപണത്തിനുള്ള മറുപടി ഇങ്ങനെ: സ്വന്തം കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു ഒരു അധോലോകം എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടിയാൽ ഞാനും നിങ്ങളും ആദ്യം പറയുക, ആദ്യം അറിയിക്കുക, അറിയാം പോലീസിലല്ലേ, പോലീസിന് പരാതി കൊടുക്കും.
കൊടുത്തോ പിണറായി? എന്തുകൊണ്ട് കൊടുത്തില്ല? തനിക്ക് വിദേശ കറൻസി ഇടപാടുണ്ടെന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കള്ളക്കടത്ത് നടത്തിയത്. നട്ടെല്ലുണ്ടെങ്കിൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്നും സുധാകരൻ വെല്ലുവിളിച്ചു. നട്ടെല്ലുണ്ട് പിണറായി വിജയനെങ്കിൽ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നട്ടെല്ലുണ്ടെങ്കിൽ പിണറായി വിജയൻ അത് കാണിക്കണം. ഗുണ്ടാ മാഫിയാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ അദ്ദേഹം പ്രതിയായ പഴയ കേസുകളുടെ തെളിവുകൾ നിരത്തിയാണ് സുധാകരൻ തിരിച്ചടിച്ചത്. ജനസംഘ പ്രവർത്തകൻ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പിണറായി ഒന്നാം പ്രതിയാണെന്ന് FIR-ന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടി KPCC അധ്യക്ഷൻ പറഞ്ഞു. അതിനിടെ പിണറായി വിജയൻ വധിക്കാൻ ശ്രമം നടത്തിയെന്ന ആരോപണമുയർത്തി കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകൻ കണ്ടോത്തു ഗോപിയെയും സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ രംഗത്തിറക്കി. ഒരു 10-30 പേര് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആയുധധാരികളായിട്ടുള്ള ആളുകൾ വന്നത്, താനാണോ അതാ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നേരെ കൊടുവാൾ കൊണ്ടെടുത്ത് വെട്ടുകയും ആ കഴുത്തിനുള്ള വെട്ട് ഞാൻ അത് കൈകൊണ്ട് തടുത്തപ്പോഴുണ്ടായ മുറിവാണിത്. പിണറായി വിജയനോട് വ്യക്തിപരമായി വിയോജിപ്പില്ലെന്നും CPIM-ന്റെ അക്രമ രാഷ്ട്രീയത്തോടാണ് എതിർപ്പെന്നും പറഞ്ഞാണ് സുധാകരൻ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. 24 കൊച്ചി. മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും തമ്മിലുള്ള വാക്പോരിൽ കൊണ്ടും കൊടുത്തും നേതാക്കളും രംഗത്തു വന്നു. അഭിമുഖത്തിലെ പരാമർശം പെരുപ്പിച്ചു കാട്ടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതേസമയം K സുധാകരൻ ഗുണ്ടാ നേതാവാണെന്നും കോൺഗ്രസ് ഇനി ക്രിമിനൽ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നും CPIM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ പ്രതികരിച്ചു. മരമുറിക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് K സുധാകരനെതിരെ മുഖ്യമന്ത്രി ആരോപണമുന്നയിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നു. കോവിഡ് മഹാമാരി കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അനുചിതമെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ആ പത്രസമ്മേളനത്തിന് മഹാമാരിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു അവസരം ഇങ്ങനെ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രി ഒരു കാരണവശാലും ദുരുപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. K സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയും രാഷ്ട്രീയ പകയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നത് അപലപനീയമെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ഒരു രാഷ്ട്രീയ പകയും വൈരാഗ്യവും തീർക്കുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നത് വളരെ അപൂർവമായൊരു കാഴ്ചയാണ്. ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമായി പോയി, സംശയമില്ല. മുഖ്യമന്ത്രിയുടെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്ന ആരോപണം സത്യമെന്ന് AK ബാലൻ പറഞ്ഞു. നേരിടാൻ കരുത്തുള്ളത് കൊണ്ടാണ് പോലീസിൽ അന്ന് പരാതി നൽകാതിരുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ള ഒരാൾ ഒരു കുടുംബനാഥനാണെങ്കിൽ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ എന്നുള്ളതാണ്. കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. കാരണം സുധാകരനത് ആ രൂപത്തിലുള്ള ഒരു പ്രക്രിയക്ക് നേതൃത്വം കൊടുത്താൽ അത് പോലീസിനോട് പറയാതെ തന്നെ നേരിടാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിയമിച്ചവർ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് ജനങ്ങളോട് മറുപടി പറയണമെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ ആവശ്യപ്പെട്ടു. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ എന്ന പരിശോധനയാണ് KPCC നടത്തേണ്ടത്, KPCC നേതാക്കന്മാർ നടത്തേണ്ടത്. അവര് വഴിവിട്ട വാക്കുകളും തെറ്റായ പ്രയോഗങ്ങളും പിന്നെ ആത്മപ്രശംസകളും ഇവിടെ നടത്തി. മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും അടിസ്ഥാനപരമായി ഗുണ്ടകളെന്ന് വെളിവായതായി കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. കേരളത്തിൽ ഇന്ന് 12,443 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. 115 മരണം കൂടി കോവിഡ് മൂലമാണെന്നും സ്ഥിരീകരിച്ചു. 1,21,743 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11,639 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 653 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന 78 പേരും 73 ആരോഗ്യ പ്രവർത്തകരും രോഗികളായി. 1,777 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ച തിരുവനന്തപുരം ഉൾപ്പെടെ 6 ജില്ലകളിൽ 1000-ന് മുകളിൽ പുതിയ രോഗികളുണ്ട്. 13,145 പേർ ഇന്ന് രോഗമുക്തരായി. സംസ്ഥാനത്ത് കോവാക്സിൻ ക്ഷാമം രൂക്ഷമെന്ന് ആരോഗ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഓൺലൈൻ രജിസ്ട്രേഷനിൽ പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. വാക്സിനേഷനു വേണ്ടി വിദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. 2ാം ഡോസിനും കൃത്യമായ ഇടവേളകളിൽ ബുക്കിംഗ് നടക്കുന്നില്ല. വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും വാക്സിനേഷൻ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാന തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്തിന് 9,85,490 ഡോസ് വാക്സിൻ കൂടി ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനം വാങ്ങിയ 1,32,340 ഡോസ് കോവിഷീൽഡും
കേന്ദ്രം അനുവദിച്ച 6 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനുമാണ് ലഭിച്ചത്. ഇതുകൂടാതെ 97,500 ഡോസ് കോവാക്സിനും 1,55,650 ഡോസ് കോവിഷീൽഡ് വാക്സിനും ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തും. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം കാണിക്കാതിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ 28 ഡോക്ടേഴ്സിനെ പിരിച്ചുവിട്ടു. അനധികൃതമായി വിട്ടുനിൽക്കുന്നവർ എത്രയും വേഗം സർവീസിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പും നൽകി. 24 തിരുവനന്തപുരം. കെ മുരളീധരൻ UDF കൺവീനറാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുരളീധരൻ തന്നെ കൺവീനർ സ്ഥാനത്തേക്ക് വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നിർണായകമായി. മുതിർന്ന നേതാക്കളെ അണിനയിപ്പിക്കാനുള്ള ഫോർമുലയ്ക്കും AICC അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VD സതീശൻ തുടങ്ങിയവരുമായി നാളെ ഡൽഹിയിൽ നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. UDF കൺവീനർ സ്ഥാനത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ മുരളീധരൻ വരണമെന്നത് രാഹുൽ ഗാന്ധിയുടെ താൽപര്യമാണ്. ഇക്കാര്യം നേരത്തെ തന്നെ രാഹുൽ കോൺഗ്രസ് അധ്യക്ഷയോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഘടകകക്ഷികളുടെ മനസ്സും കെ മുരളീധരന് അനുകൂലമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രഖ്യാപനം കേരളത്തിലാകും ഉണ്ടാകുക. സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ഫോർമുലയ്ക്കും AICC അന്തിമ രൂപം നൽകി. ഇതനുസരിച്ച് രമേശ് ചെന്നിത്തല AICC ജനറൽ സെക്രട്ടറിയാകും. പ്രവർത്തന കേന്ദ്രം പൂർണ്ണമായും ഡൽഹിയിലേക്ക് മാറ്റാതെയാണ് രമേശ് പ്രവർത്തിക്കുക. ഉമ്മൻചാണ്ടി AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയും. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉമ്മൻചാണ്ടി തുടരും. KV തോമസും മുല്ലപ്പള്ളി രാമചന്ദ്രനും AICC തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്കാകും നിയോഗിക്കപ്പെടുക. നാളെ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VD സതീശൻ മുതലായവരെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹി ചർച്ചകൾക്ക് ശേഷമാകും പ്രഖ്യാപനം. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്ന രമേശ് ചെന്നിത്തലയെ തങ്ങൾക്കൊപ്പം നിർത്താൻ കോൺഗ്രസ് വിമതരുടെ നീക്കം. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെയുള്ള രമേശിന്റെ അതൃപ്തി മുതലെടുക്കാനാണ് G23 ശ്രമിക്കുന്നത്. മുകുൾ വാസ്നിക് ഇന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോടുള്ള തന്റെ പരാതികൾ അവസാനിച്ചു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരസ്യ നിലപാട്. പരാതി അവസാനിച്ചതല്ല, താൽക്കാലികമായി രമേശ് വഴങ്ങുകയാണ് ചെയ്തതെന്നതാണ് യാഥാർത്ഥ്യം. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കെല്ലാം കാരണമെന്ന് രമേശ് കരുതുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു രമേശ് മുകുൾ വാസ്നിക് കൂടിക്കാഴ്ച. കോൺഗ്രസ് വിമതരുടെ G23യിലെ മുഖ്യ നേതാക്കളിൽ ഒരാളാണ് മുകുൾ വാസ്നിക്. ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായി കാണാനാണ് G23 രമേശിലൂടെ നടത്തുന്ന നീക്കം. കേരള ഹൗസിലെത്തിയ മുകുൾ വാസ്നിക് രമേശ് ചെന്നിത്തലയോട് സമാനമനസ്കരുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കാൻ അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള മുകുൾ വാസ്നിക്കിന്റെ പ്രതികരണം ഇങ്ങനെ: In the party for such a long time, I thought that I should meet with them and therefore I came. So this was just a personal visit. ജതിൻ പ്രസാദ് BJP കൂടാരത്തിലേക്ക് പോയതോടെ G23 ഇപ്പോൾ G22 ആണ്. രമേശ് ചെന്നിത്തലയെ കൂടി ചേർത്ത് ഇത് 23 തന്നെയാക്കാനാണ് വിമതരുടെ ശ്രമം. തന്റെ സമ്മതം അറിയിച്ചില്ലെങ്കിലും രമേശ് എതിരഭിപ്രായം മുകുൾ വാസ്നിക്കിനോട് ഉന്നയിച്ചില്ല. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. കെ സുരേന്ദ്രൻ നൽകിയ പണം CK ജാനു CPIഎമ്മിന് നൽകിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി കൽപ്പറ്റ മുൻ MLA CK ശശീന്ദ്രൻ. വാഹനം വാങ്ങാനായി വായ്പ വാങ്ങിയ പണമാണ് ജാനു തിരികെ തന്നതെന്നാണ് വിശദീകരണം. തിരുവനന്തപുരത്ത് വെച്ച് കെ സുരേന്ദ്രൻ ജാനുവിന് പണം കൈമാറിയതിന്റെ പിറ്റേന്ന് തന്നെ കൽപ്പറ്റയിലെ ബാങ്കിലെത്തി ജാനു CK ശശീന്ദ്രന്റെ ഭാര്യയ്ക്ക് പണം നൽകിയെന്നായിരുന്നു ആരോപണം. 4,50,000 രൂപ നൽകിയെന്നും തെളിവുകൾ പോലീസിന് കൈമാറിയെന്നും MSF സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. എങ്ങനെയാണ് 8-9 തീയതികളിൽ ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് 4,50,000 രൂപ നിലവിൽ അന്ന് MLA ആയിരുന്ന ശശീന്ദ്രൻ MLAയുടെ ഭാര്യയ്ക്ക് കൽപ്പറ്റ അവർ ജോലി ചെയ്യുന്ന ബാങ്കിൽ വെച്ച് നേരിട്ട് CK ജാനു എന്തിനാണ് കൈമാറിയത്? എന്നാൽ ജാനുവുമായി പണമിടപാട് നടന്നെന്ന് സംബന്ധിച്ച ശശീന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി. 2019 ഒക്ടോബർ മാസം ഒരു 3 ലക്ഷം രൂപ അക്കൗണ്ടിലൂടെ അവർക്ക് കൊടുത്തു. 2020 അക്കൗണ്ടിലൂടെ തന്നെ 1.5 ലക്ഷം രൂപ തീയതി കൃത്യമായിട്ട് ബാങ്കിൽ നോക്കിയാലേ പറയാൻ കഴിയും തിരിച്ചു തന്നു 2020. ബാക്കി 1.5 ലക്ഷം രൂപ വീണ്ടും 2021 മാർച്ചിൽ തന്നു. ഡേറ്റ് രണ്ടും കൂടെ നോക്കിയാൽ ഒക്കെ ബാങ്ക് ഇടപാടാണ്. ബാങ്കിലൂടെ പൈസ കൊടുത്തു, ബാങ്കിലൂടെ തിരിച്ചു വന്നു. ജാനുവിന് സുരേന്ദ്രൻ കോഴ നൽകിയെന്ന കേസിൽ നവാസിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട പ്രസീദ് അഴീക്കോടിന്റെ മൊഴിയും അടുത്ത ദിവസം രേഖപ്പെടുത്തും. 24 വയനാട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. നമസ്കാരം.